പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. പൗലോസ് കിഴക്കൻ യൂറോപ്പിൽ ആരംഭിച്ച ആദ്യത്തെ യേശു സമൂഹമാണ് ഫിലിപ്പിയിലെ സഭ. ആ ചരിത്രം പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ പറയുന്നു. ഫിലിപ്പി പുരാതന മക്കദോനിയയിലുള്ള ഒരു റോമൻ കോളനിയായിരുന്നു. ദേശഭക്തിക്കും ദേശീയതയ്ക്കും പേരുകേട്ട ഈ സ്ഥലം വിരമിച്ച സൈനികരെ കൊണ്ട് നിറഞ്ഞിരുന്നു. അതിനാൽ അവിടെ യേശുവിനെ ലോകത്തിന്റെ യഥാർത്ഥ രാജാവായി പൗലോസ് പ്രഖ്യാപിക്കുമ്പോൾ അവന് എതിർപ്പുകൾ നേരിട്ടു. പൗലോസ് അവിടെ നിന്ന് മാറിയ ശേഷം യേശുവിന്റെ അനുയായികളായിരുന്നവർ തുടർന്നും ചെറുത്തുനിൽപ്പും പീഡനവും അനുഭവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവർ യേശുവിന്റെ മാർഗത്തോട് വിശ്വസ്തരായ ഒരു ഊർജ്ജസ്വലതയുള്ള സമൂഹമായി തുടർന്നു. പൗലോസ് തന്റെ പല തടവുകളിൽ ഒന്നിൽ നിന്നുമാണ് ഈ ലേഖനം അയച്ചത്, തികച്ചും പ്രായോഗികമായ കാരണത്താൽ. അതായത്, ഫിലിപ്പിയർ അവരുടെ അംഗങ്ങളിൽ ഒരാളായ എപ്പഫ്രാദിത്തോസിനെ ജയിലിൽ കഴിയുന്ന പൗലോസിന്റെ ജീവിതാവശ്യങ്ങൾക്കുള്ള ഒരു സാമ്പത്തിക സഹായവുമായി അവന്റെ അടുക്കിലേക്ക് അയച്ചിരുന്നു. അതിന് നന്ദി പറയുവാനും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനും പൗലോസ് എപ്പഫ്രാദിത്തോസിന്റെ കയ്യിൽ ഈ കത്ത് കൊടുത്തയച്ചു. ഈ കത്തിന്റെ രൂപരേഖ പൗലോസിന്റെ മറ്റു പല കത്തുകളെപ്പോലെ തുടക്കം മുതൽ അവസാനം വരെ ഏതെങ്കിലും ഒരാശയത്തെ വികസിപ്പിക്കുന്നില്ല. പക്ഷേ ഹ്രസ്വവും ചിന്താമഗ്നവുമായ ഉപന്യാസങ്ങളുടെ അല്ലെങ്കിൽ ചെറു വിശദീകരണങ്ങളുടെ ഒരു പരമ്പര പൗലോസ് ക്രമീകരിച്ചിട്ടുണ്ട്. അവയെല്ലാം ഈ കത്തിലെ കേന്ദ്രബിന്ദുവായ 2-ാം അധ്യായത്തിലെ ഒരു കവിതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മശിഹായുടെ അവതാരം, അവന്റെ ജീവിതം, മരണം, പുനരുത്ഥാനം, ഉയർച്ച എന്നിവയുടെ ചരിത്രത്തെ ഇത് കലാപരമായി വീണ്ടും പറയുന്നു. ഇങ്ങനെ ഈ ഓരോ ചെറു വിശദീകരണങ്ങളിലും പൗലോസ് ആ കവിതയിൽ നിന്നുള്ള പ്രധാന പദങ്ങളോ ആശയങ്ങളോ എടുത്ത് ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്നതിന്റെ അർത്ഥം യേശുവിന്റെ ജീവിതത്തെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക എന്നതാണ് എന്ന് കാണിക്കുന്നു. നന്ദിയുള്ള ഒരു പ്രാർത്ഥനയോടെ പൗലോസ് കത്ത് ആരംഭിക്കുകയും ഫിലിപ്പിയരുടെ ഔദാര്യത്തിനും വിശ്വസ്തതയ്ക്കും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ദൈവം അവരിൽ ആരംഭിച്ച ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന പ്രവൃത്തി വിശ്വസ്തതയുടെയും സ്നേഹത്തിന്റെയും കൂടുതൽ വിശാലതയിലേക്കും മനോഹാരിതയിലേക്കും തുടരുമെന്ന് അവൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അതിനുശേഷം പൗലോസ് തന്റെ കാരാഗ്രഹവാസത്തെക്കുറിച്ച് ഇപ്പോൾ അവർക്കുള്ള ആശങ്കയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒരു റോമൻ ജയിലിൽ കഴിയുക എന്നത് അത്ര സുഖമുള്ള ഒരു കാര്യമായിരുന്നില്ല. എന്നാൽ വൈരുദ്ധ്യമെന്ന് പറയട്ടെ, അത് യേശുവിനെക്കുറിച്ചുള്ള സുവാർത്തയുടെ മുന്നേറ്റത്തിന് കാരണമായി തീർന്നു. യേശുവിനെ ഉയർത്തെഴുന്നേറ്റ കർത്താവായി പ്രഖ്യാപിച്ചതിനാലാണ് പൗലോസ് ജയിലിലായതെന്ന് റോമൻ കാവൽക്കാർക്കും ഭരണാധികാരികൾക്കും അറിയാം. എന്നാൽ അവന്റെ ജയിൽവാസം യേശുവിനെക്കുറിച്ച് കൂടുതൽ പരസ്യമായി സംസാരിക്കാനുള്ള ആത്മവിശ്വാസം മറ്റ് ക്രൈസ്തവരിൽ ഉളവാക്കി. ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെടുമെന്ന് പൗലോസിന് ശുഭാപ്തി വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ തന്നെ വധിക്കപ്പെടുവാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. അവൻ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അത് അത്ര മോശമായി തോന്നുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ജീവൻ മശിഹായാണ്, അതിനാൽ മരിക്കുന്നത് ഒരു ലാഭമായിരിക്കും എന്ന് പൗലോസ് പറയുന്നു. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം തനിക്കു വേണ്ടിയുള്ള യേശുവിന്റെ ജീവിതവും സ്നേഹവുമാണ് തന്റെ ഇപ്പോഴത്തെയും ഭാവിയിലെയും ജീവിതത്തെ നിർവചിക്കുന്നത്. അതിനാൽ അവൻ വധിക്കപ്പെട്ടാൽ അതിനർത്ഥം അവൻ യേശുവിനോടൊപ്പം ഇരിക്കും എന്നാണ്. അത് അവനെ സംബന്ധിച്ചിടത്തോളം മികച്ചതായിരിക്കും. അല്ല, അവൻ മോചിതനാകുകയാണെങ്കിൽ അതിനർത്ഥം കൂടുതൽ യേശു സമൂഹങ്ങൾ ആരംഭിക്കുന്നതിന് അവന് തുടരുവാൻ കഴിയും എന്നാണ്. അത് മറ്റുള്ളവർക്ക് നല്ലതാകിയാൽ അതിനെയാണ് അവൻ പ്രതീക്ഷിക്കുന്നത്. അവന്റെ ചിന്താധാര ഇവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക. യേശുവിനു വേണ്ടി മരിക്കുക എന്നത് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ യാഗമല്ല, മറിച്ച് മറ്റുള്ളവരെ സേവിക്കുന്നതിനായി ജീവിച്ചിരിക്കുക എന്നതാണ്. അതുകൊണ്ട് യേശുവിന്റെ ജീവിതത്തിൽ പങ്കാളിയാകാനുള്ള പൗലോസിന്റെ വഴി അതാണ്. തന്നെ തന്നെ സ്നേഹിക്കുന്നതിലുപരി മറ്റുള്ളവരെ സ്നേഹിക്കുവാനായി കഷ്ടം സഹിക്കുക. തുടർന്ന് ഫിലിപ്പിയർ ഇതേ മനോഭാവം സ്വീകരിച്ച് യേശുവിന്റെ മാതൃക പിന്തുടരുവാൻ പൗലോസ് അവരെ പ്രേരിപ്പിക്കുന്നു. പൗരന്മാരെന്ന നിലയിലുള്ള നിങ്ങളുടെ ജീവിതം മശിഹായെക്കുറിച്ചുള്ള സുവാർത്തയ്ക്ക് യോജിച്ചതായിരിക്കണമെന്ന് അവൻ പറയുന്നു. റോമൻ ദേശഭക്തിയുടെ വിളനിലമായിരുന്ന ഫിലിപ്പിയിലാണ് ഈ ക്രൈസ്തവർ വസിച്ചിരുന്നത്. എന്നാൽ അവരുടെ ജീവിതരീതി മറ്റൊരു രാജാവായ യേശുവിനാൽ രൂപപ്പെടുത്തേണ്ടിയിരുന്നു. അത് ഉപദ്രവം ക്ഷണിച്ചു വരുത്തിയേക്കാം. എന്നാൽ അവർ ഭയപ്പെടേണ്ടതില്ല. കാരണം യേശുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ കഷ്ടത അനുഭവിക്കുന്നത് യേശുവിന്റെ തന്നെ ജീവിതത്തെ ജീവിച്ചു കാണിക്കാനുള്ള ഒരു മാർഗമാണ്. അത് 2-ാം അധ്യായത്തിലെ മഹത്തായ കവിതയിലേക്ക് പൗലോസിനെ നയിക്കുന്നു. പഴയ നിയമ ഉദ്ധരണികൾ ധാരാളം ഇതിലുണ്ട്. പ്രത്യേകിച്ചും ഉൽപ്പത്തി 1 മുതൽ 3 വരെയുള്ള ആദാമിന്റെ ചരിത്രവും ആജ്ഞാലംഘനവും യെശയ്യാ പുസ്തകത്തിലെ കഷ്ടതയനുഭവിക്കുന്ന ദാസനെക്കുറിച്ചുള്ള കവിതകളും. ഈ കവിത ഓർമ്മയിൽ വെക്കേണ്ടതാണ്. ഇത് സുവിശേഷ ചരിത്രത്തിന്റെ ഒരു മനോഹരമായ സംഗ്രഹമാണ്. മനുഷ്യനാകുന്നതിനു മുമ്പ് മശിഹ ദൈവത്തോട് സമനായി മഹത്വാവസ്ഥയിൽ നിലനിന്നവനാണ്. ദൈവത്തോടുള്ള സമത്വം പിടിച്ചെടുക്കാൻ ശ്രമിച്ച ആദാമിൽ നിന്ന് വ്യത്യസ്തനായി മശിഹ
തന്റെ സമത്വത്തെ സ്വയം നേട്ടത്തിനായി ഉപയോഗപ്പെടുത്താതിരിക്കാൻ തീരുമാനിച്ചു. അതുമാത്രമല്ല, അവൻ പദവിയിൽ നിന്ന് തന്നെത്താൻ താഴ്ത്തി. അവൻ ഒരു മനുഷ്യനായി. അവൻ എല്ലാവർക്കും ഒരു ദാസനായി തീർന്നു. അതിലുപരിയായി അപമാനിതനാകുവാൻ അവൻ സ്വയം അനുവദിച്ചു. ക്രൂശിന്മേലുള്ള തന്റെ മരണത്തിനായി ഏൽപ്പിച്ചുകൊണ്ട് അവൻ പിതാവിനെ അനുസരിച്ചു. എന്നാൽ ദൈവത്തിന്റെ ശക്തിയാലും കൃപയാലും മശിഹായുടെ അപമാനകരമായ മരണം പുനരുത്ഥാനത്തിലൂടെ നേർവിപരീതമാക്കപ്പെട്ടു. അതുകൊണ്ട് ദൈവവും അവന് സകല നാമത്തിനും മേലായ നാമം നൽകി അവനെ സർവ്വത്തിനും മീതെ രാജാവായി ഉയർത്തി. അങ്ങനെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ സൃഷ്ടികളും മശിഹായായ യേശുവാണ് കർത്താവെന്ന് അംഗീകരിക്കും. ഇപ്പോൾ ആ പ്രസ്താവന ആശ്ചര്യപ്പെടുത്തുന്നതാണ്. യെശയ്യാവ് 45 അധ്യായത്തിൽ നിന്ന് പൗലോസ് ഉദ്ധരിക്കുന്നു. എല്ലാ സൃഷ്ടികളും ഇസ്രായേലിന്റെ ദൈവത്തെ കർത്താവായി അംഗീകരിക്കുന്ന ഒരു ഭാഗമാണിത്. ഇവിടെ പൗലോസിന്റെ ആശയം വളരെ വ്യക്തമാണ്. ക്രൂശിക്കപ്പെട്ടവനും ഉയർത്തെഴുന്നേറ്റവനുമായ യേശുവിൽ ഇസ്രായേലിന്റെ ഏക സത്യദൈവം എന്നത് പിതാവായ ദൈവവും കർത്താവായ യേശുവും ഉൾക്കൊള്ളുന്നതാണെന്ന് നാം കണ്ടെത്തുന്നു. അതിനാൽ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഈ കവിത യേശു ആരാണെന്നുള്ള തന്റെ ബോധ്യം പ്രകടിപ്പിക്കുന്നു. അത് അതിനേക്കാൾ കൂടുതലും ചെയ്യുന്നു. യേശുവിന്റെ അനുയായികൾ അവരുടെ ജീവിതത്തിൽ അനുകരിക്കേണ്ടതിന് ഇത് യേശുവിന്റെ മാതൃക വാഗ്ദാനം ചെയ്യുന്നു. അതുകൊണ്ട് പൗലോസ് ഉടൻ തന്നെ 2 കഥകളിലേക്ക് പോകുന്നു. ആദ്യം തിമോഥെയോസിനെക്കുറിച്ച്, പിന്നീട് എപ്പഫ്രാദിത്തോസിനെക്കുറിച്ച്. കാരണം ഇവർ ഇരുവരും യേശുവിന്റെ ജീവിതം മാതൃകയാക്കിയ ആളുകളുടെ ഉദാഹരണങ്ങളാണ്. തിമോഥെയോസ് യേശുവിനെ പോലെയാണ്. കാരണം അവൻ തന്റെ സ്വന്തം ക്ഷേമത്തേക്കാൾ മറ്റുള്ളവരുടെ ക്ഷേമത്തെക്കുറിച്ച് നിരന്തരം ആശങ്കയുള്ളവനാണ്. അതുപോലെ ഫിലിപ്പിയർ അവരുടെ ധനസഹായവുമായി അയച്ച എപ്പഫ്രാദിത്തോസ് തടവിലായിരുന്ന പൗലോസിനെ ശുശ്രൂഷിക്കുവാൻ തന്റെ ജീവനെപ്പോലും പണയപ്പെടുത്തി. അവൻ പൗലോസിനെ സഹായിക്കാൻ ശ്രമിച്ച് രോഗബാധിതനായി മിക്കവാറും മരിക്കുമെന്ന സ്ഥിതിയിലെത്തി. എന്നാൽ ദൈവം എപ്പഫ്രാദിത്തോസിനോട് കരുണ കാണിച്ചു. മാത്രമല്ല, ഒരു സുഹൃത്തിന്റെ നഷ്ടം ഒഴിവാകത്തക്കവണ്ണം ദൈവം പൗലോസിനോടും കരുണ കാണിച്ചു. ഇങ്ങനെയുള്ള ആളുകളാണ് യേശുവിന്റെ ജീവിക്കുന്ന മാതൃകകളെന്നും അവർ അനുകരിക്കപ്പെടാൻ യോഗ്യരാണ് എന്നുമാണ് പൗലോസിന്റെ ഇവിടെയുള്ള അഭിപ്രായം. തുടർന്ന് പൗലോസ് തന്റെ കഥയെ ഒരു ഉദാഹരണമായി പറയുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നതുപോലെ യഹൂദരില്ലാത്ത ക്രൈസ്തവർ പരിച്ഛേദന ചെയ്യണമെന്നാവശ്യപ്പെടുന്ന യഹൂദ ക്രൈസ്തവർ ഇപ്പോഴും പൗലോസിന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. അവൻ തീഷ്ണതയോടുകൂടെ തോറാ നിയമങ്ങളെ അനുസരിച്ച് ദൈവസന്നിധിയിൽ നീതിമാനെന്ന് കാണിക്കാൻ ശ്രമിച്ചിരുന്ന കാലത്ത് യേശുവിന്റെ അനുയായികളെ ഉപദ്രവിക്കുന്നത് പതിവാക്കിയിരുന്നു. അവന്റെ ആ പഴയകാലത്തെ അവർ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ യേശുവിനെപ്പോലെ പൗലോസും ആ സ്ഥാനവും പദവിയും എല്ലാം ഉപേക്ഷിച്ചു. ഇപ്പോൾ അവൻ അതെല്ലാം ചപ്പും ചവറുമായി എണ്ണുന്നു. അവൻ ഉപയോഗിക്കുന്ന പദം തീരെ മയമില്ലാത്തതാണ്. യേശുവിനെപ്പോലെ ഒരു ദാസനാകാനും അവന്റെ കഷ്ടതയിലും ത്യാഗപരമായ സ്നേഹത്തിലും പങ്കാളിയാകുവാനും അവൻ എല്ലാം ഉപേക്ഷിച്ചു. യേശുവിന്റെ സ്നേഹം അവനെ മരണത്തിലൂടെ പുനരുത്ഥാനത്തിലേക്ക് കൊണ്ടുപോകുമെന്ന പ്രത്യാശയിലാണ് അവൻ ഇതെല്ലാം ചെയ്യുന്നത്. യേശുവിന്റെ അനുയായികൾക്ക് അവരുടെ യഥാർത്ഥ പൗരത്വം സ്വർഗത്തിലാണെന്ന് പൗലോസ് പറയുന്നു. ഇതിനർത്ഥം ഒരു ദിവസം സ്വർഗത്തിൽ പോകുവാനായി നമ്മൾ എല്ലാവരും ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ ആശിക്കണമെന്നല്ല, മറിച്ച് യേശു രാജാവായി വാഴുന്ന ശ്രേഷ്ഠ സ്ഥലമാണ് സ്വർഗം. രൂപാന്തരം വരുത്തുന്ന സ്നേഹത്തോടും ന്യായത്തെ ശരിയാക്കുന്ന രാജ്യസ്ഥാപനത്തോടും കൂടെ ഒരു പുതു സൃഷ്ടി ഉണ്ടാക്കുവാൻ വരുന്ന നമ്മുടെ രാജകീയ രക്ഷകന്റെ തിരിച്ചുവരവിനായി നാം ആശയോടെ കാത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അനന്തരം യേശുവിനെ പോലെ ജീവിക്കുവാൻ പൗലോസ് ഫിലിപ്പിയരെ ആഹ്വാനം ചെയ്യുന്നു. ആദ്യമായി പൗലോസിനോടൊപ്പം പ്രവർത്തിച്ച സഭയിലെ 2 പ്രമുഖ വനിതാ നേതാക്കളെ അവൻ അഭിസംബോധന ചെയ്യുന്നു. അവർ എന്തോ പിണക്കത്തിലാണ്. അതിനാൽ യേശുവിന്റെ താഴ്മ മാതൃകയാക്കി അതിനെ പിന്തുടരാനും നിരപ്പ് പ്രാപിച്ച് ഐക്യതയോടെ ഇരുപ്പാനും പൗലോസ് അവരോട് അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് ഫിലിപ്പിയർ ഭയത്തിന് ഇടം കൊടുക്കരുതെന്നും അവരുടെ പീഡനം വകവയ്ക്കാതെ അവരുടെ വികാരവും ആവശ്യങ്ങളും സമാധാനം തരുന്ന ദൈവത്തോട് അറിയിക്കണമെന്നും പൗലോസ് അവരെ ഉദ്ബോധിപ്പിക്കുന്നു. നല്ലതും സത്യവും മനോഹരവുമായ കാര്യങ്ങളിൽ നിങ്ങളുടെ ചിന്തകളെ കേന്ദ്രീകരിക്കുന്നതിലൂടെയാണ് ആ സമാധാനം ലഭിക്കുന്നത് എന്ന് പൗലോസ് പറയുന്നു. നിങ്ങൾക്ക് പരാതിപ്പെടാൻ കഴിയുന്ന ചില കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാവും. എന്നാൽ ജീവിതം മുഴുവൻ ഒരു ദാനമാണെന്നും ഏത് ജീവിത സാഹചര്യത്തിലും സൗന്ദര്യവും കൃപയും കാണത്തക്കവണ്ണം തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുമെന്നും യേശുവിന്റെ ഒരു അനുയായിക്കറിയാം. ഇത് പൗലോസിനെ അവന്റെ തീരുമാനത്തിലേക്ക് നയിക്കുന്നു. അവൻ വീണ്ടും അവരുടെ ത്യാഗപരമായ കൂട്ടായ്മയ്ക്കായി ഫിലിപ്പിയരോട് നന്ദി പറയുന്നു. തന്റെ തടവുകളും ദാരിദ്ര്യകാലവും തനിക്ക് യഥാർത്ഥ പ്രയാസങ്ങളല്ലെന്ന് അവർ അറിയണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അവ യഥാർത്ഥത്തിൽ അവന്റെ ഏറ്റവും വലിയ അധ്യാപകരായി തീർന്നിരിക്കുന്നു. അവൻ ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ഇരുപ്പാൻ അവൻ പഠിച്ചതിന്റെ രഹസ്യം ഇതാണ്. ഇത് തന്നെ ശക്തനാക്കുന്നവനിൽ ഉള്ള ലളിതമായ ആശ്രയമാണ്. തന്റെ സ്വന്തം കഷ്ടതകളെ യേശുവിന്റെ കഷ്ടതകളിലുള്ള പങ്കാളിത്തമായി പൗലോസ് കാണുന്നു.
ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം പൗലോസിന്റെ സ്വന്തം ഹൃദയത്തെയും മനസ്സിനെയും നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു പ്രത്യേക ജാലകമാണ്. അവൻ തന്റെ മുഴുജീവിതവും യേശുവിന്റെ ജീവിതത്തിന്റെ ഒരു പുനരവതരണമായി കണ്ടു. യേശുവുമായുള്ള അവന്റെ അടുത്ത ബന്ധവും യേശുവിന്റെ സ്നേഹത്തെയും സാന്നിധ്യത്തെയും തന്നിൽ നിന്ന് വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള അവന്റെ അവബോധവും ഈ കത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും ഇരുളടഞ്ഞ സന്ദർഭങ്ങളിൽ അവന് പ്രതീക്ഷയും താഴ്മയും നൽകിയത്. അതിനാൽ യേശുവിനെ അറിയുക എന്നത് എല്ലായ്പ്പോഴും തികച്ചും വ്യക്തിപരമായതും രൂപാന്തരപ്പെടുത്തുന്നതുമായ ഇടപെടലാണെന്ന് പൗലോസ് നമുക്ക് കാണിച്ചു തരുന്നു. ഇങ്ങനെയുള്ള യേശുവിനെ പിന്തുടരാനാണ് പൗലോസ് മറ്റുള്ളവരെ ക്ഷണിക്കുന്നത്. പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഉള്ളടക്കം ഇതാണ്.